ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനൂഫ്. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് മാലദ്വീപിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഇന്ത്യക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും മാറുന്നുണ്ട്. ഞാൻ ആദ്യം കുറച്ച് വീഡിയോസ് കാണിക്കാം. നിങ്ങളിപ്പോൾ കണ്ട ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്വന്തം രാജീവ് പിള്ളയാണ്. അദ്ദേഹം ഒരു ഷൂട്ടുമായി ബന്ധപ്പെടുത്തിയിട്ട് അങ്ങോട്ട് പോയ സമയത്ത് കണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ഈ ഒരു മാലദ്വീപിൽ ഇന്ത്യ ഔട്ട് എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ശക്തമായി നടക്കുന്നുണ്ട്. ദിവസങ്ങളെന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ വർഷങ്ങളായിട്ട് തന്നെ ശക്തമായി സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും മറ്റൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. സോ എന്താണ് ഇന്ത്യ മാലദ്വീപിൽ നടപ്പാക്കുന്ന ജിയോ പൊളിറ്റിക്കൽ നീക്കങ്ങൾ? ഈ നീക്കങ്ങൾ എങ്ങനെയാണ് ഇന്ത്യക്ക് പ്രതികൂലമായും അനുകൂലമായും മാറുന്നത്? തീർച്ചയായിട്ടും എല്ലാവരും അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് വിശദമായി സംസാരിക്കാൻ പോകുന്നതും. സോ വീഡിയോ എന്തായാലും മുഴുവനായി കാണുക. സോ ആദ്യം തന്നെ നമുക്ക് രാജീവ് പിള്ള അവർക്ക് വലിയൊരു താങ്ക്സ് പറയാം. അദ്ദേഹം എനിക്ക് ഒരു കാര്യം കാണിച്ചു തന്നപ്പോഴായിരുന്നു നമ്മൾ മുമ്പ് സംസാരിച്ചിരിക്കുന്ന ഒരു വീഡിയോ പറ്റിയും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് ഓർമ്മ വന്നതും സോ ഇപ്പോഴത്തെ മാലദ്വീപിലെ ഇന്ത്യൻ സ്റ്റേറ്റസ് എന്തെന്ന് അറിയാൻ സാധ്യമായതും. സോ ആദ്യം തന്നെ നമുക്ക് മാലദ്വീപിൽ നിന്ന് ഇന്ത്യക്ക് പ്രതികൂലമായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെ പറ്റിയും അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് രണ്ട് പ്രധാനപ്പെട്ട പേരുകൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഒന്ന് ഇബ്രാഹിം സ്വാലി എന്ന് പറയുന്ന ഇപ്പോഴത്തെ മാലദ്വീപ് പ്രസിഡന്റും മറ്റൊന്ന് അവരുടെ ഓപ്പോസിഷൻ ലീഡറായിട്ടുള്ള അബ്ദുള്ള യമീനുമാണ്. ഈ രണ്ടുപേരും മാത്രമാണ് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ മുൻപന്തിൽ നിൽക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇവർ രണ്ടുപേരും തന്നെയാണ് മുൻപന്തിൽ നിൽക്കുന്നത്. ഈ അബ്ദുള്ള യമീൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഓപ്പോസിഷൻ ലീഡർ ഇതിനു മുമ്പ് മാലദ്വീപ്സിലെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഒരു പരീക്ഷണം ഉണ്ടായിരുന്ന സമയമായിട്ട് കണക്കാക്കാൻ സാധിക്കും. കാരണം ഇന്ത്യ കൊണ്ടുവരുന്ന പല പ്രൊജക്റ്റുകളും അന്ന് നിരാകരിക്കപ്പെട്ടിരുന്നു. പക്ഷേ നിരാകരിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമായി മാറപ്പെട്ടത് ചൈനയുടെ സാന്നിധ്യം തന്നെയാണ്. ഇനി നമുക്ക് മാലദ്വീപ്സിലുള്ള ഇന്ത്യക്കുള്ള കുറച്ച് പ്രശ്നങ്ങളെപ്പറ്റി തന്നെ അറിയാൻ ശ്രമിക്കാം. ആദ്യമായിട്ട് മാലദ്വീപ് എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ള രാജ്യമായിട്ട് മാറുന്നു ചോദിക്കുകയാണെങ്കിൽ നമുക്കിതിനു മുമ്പ് പലപ്പോഴായിട്ട് നമ്മൾ പല കാര്യങ്ങൾ കേട്ടിരിക്കും. ഇന്ത്യയുടെ റോയുടെ ഒക്കെ ഓപ്പറേഷൻസ്. സോ റോ പലപ്പോഴും മാലദ്വീപിലുണ്ടായ ശക്തമായ സാന്നിധ്യം കൂടുതൽ ഉറപ്പിക്കുവാനായിട്ട് പല നീക്കങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. കാരണം ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് ഈ ഒരു മാലദ്വീപ്. സോ മാലദ്വീപിൽ ഈ സാന്നിധ്യം ശക്തമാക്കി മാറ്റണമെങ്കിൽ ഇന്ത്യക്ക് അതിനനുസരിച്ചുള്ള ഒരു ഇൻഫ്ലുവൻസ് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ മേലെ നൽകേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മളൊരു ഗവൺമെൻറ്റിൽ അത്രമാത്രം ഒരു സ്വാധീനമില്ലെങ്കിൽ, അതായത് അവിടുത്തെ ഒരു ഭരണകൂടത്തിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുത്തില്ലെങ്കിൽ എന്തായാലും ഇന്ത്യക്ക് ഒരു പ്രശ്നമായി തീർന്നേക്കാം. കാരണം ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന് പറയുന്ന ഒരു പദ്ധതിയിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറുന്ന ഒരു പ്രദേശമാണ് മാലദ്വീപ്സ്. ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് നമ്മുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിനെയൊക്കെ സമീപത്തായിട്ട് വരുന്ന ഒരു രാജ്യം തന്നെയാണ്. സോ ഈ ഒരു ദ്വീപ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ദ്വീപ രാജ്യത്തിൽ കുറേയധികം ദ്വീപുകൾ ഓരോ ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട്. സോ ഈ ഒരു ദ്വീപുകളെല്ലാം കണക്ട് ചെയ്യാനായിട്ട് അവിടെ റോഡ് പ്രൊജക്റ്റുകൾ അത്യാവശ്യമായിട്ട് മാറുന്നുണ്ട്. ഈ പ്രൊജക്റ്റുകളെ ഗ്രേറ്റർ മാലദ്വീപ്സ് പ്രൊജക്റ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിനായിട്ട് ഇന്ത്യ കോടിക്കണക്കിന് രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്ത് തന്നെയാണ് ചൈന പതുക്കെ ഈ 2000 തുടക്കത്തിലോട്ട് അങ്ങോട്ട് എൻ്റർ ചെയ്തതും ഇന്ത്യ നൽകുന്നതിനേക്കാളും 3-4 മടങ്ങ് കൂടുതലായിട്ടുള്ള തുക നൽകാൻ തുടങ്ങിയതും അങ്ങനെ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ കണ്ണിലും ഈ പൈസ കൊണ്ട് ഡോളർ കൊണ്ട് കംപ്ലീറ്റും അവരെ മഞ്ഞളിപ്പിച്ചൊരു അവസ്ഥയിലാക്കിയതും. ആ ഒരു സമയത്തും റോയുടെ ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് മാത്രം തന്നെയാണ് ഇന്ത്യയുടെ സാന്നിധ്യം ഈ മാലദ്വീപിൽ ശക്തമായി മാറപ്പെട്ടത്. സോ റോയെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും കുറേയധികം കാര്യങ്ങളെപ്പറ്റി നമുക്ക് അറിയേണ്ടതുണ്ട്. ഞാൻ പലപ്പോഴും റോയുടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി അറിയാനായിട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പുസ്തകങ്ങൾ തന്നെയാണ്. സോ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഓഡിയോ രൂപത്തിൽ കേൾക്കാൻ സാധിച്ചാൽ എങ്ങനെയുണ്ടാവും? അതിനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് കുക്കു FM. നമ്മൾ ഇതിനു മുമ്പും കുക്കു എഫിനെ പറ്റിയിട്ട് പല വീഡിയോസ് സംസാരിച്ചിട്ടുണ്ട്. വളരെയധികം ജെന്യൂൻ ആയിട്ടുള്ളതും ഉപകാരപ്രദമായ ഒരു ആപ്പ് തന്നെയാണ്. കാരണം നമുക്ക് പുസ്തകങ്ങൾ ഓഡിയോ രൂപത്തിൽ കേൾക്കാൻ സാധിക്കും. അത് നമ്മുടെ സ്വന്തം മലയാളം ലാംഗ്വേജിൽ തന്നെ ഇപ്പോൾ അവൈലബിൾ ആണ്. സോ തീർച്ചയായിട്ടും കുക്കു FM ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിനായിട്ട് നമ്മുടെ ചാനലിലെ വകയും ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം സനൂഫ് SANUF 50 എന്ന് പറയുന്ന 50 എന്ന് പറയുന്ന ഒരു കൂപ്പൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് ലഭിക്കും. അതായത് ഒരു വർഷത്തേക്ക് 199 രൂപയ്ക്ക് ഈ ഒരു കുക്കു FM യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സോ ഒരു വർഷം ഒരു പുസ്തകം വായിക്കാൻ തന്നെ ഒരു 10 പുസ്തകം വായിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10-20,000 രൂപ ചിലവാകും ഇന്നത്തെ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ. ആ സമയത്ത് ഒരു 199 രൂപ മുടക്കി കഴിഞ്ഞാൽ ഏകദേശം 4000-അടുത്ത് വരുന്ന പുസ്തകങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ കേൾക്കാൻ സാധിക്കും. സോ കേട്ടുകൊണ്ട് അറിവ് നേടാനായിട്ട് ഇന്ന് തന്നെ കുക്കു FM ഡൗൺലോഡ് ചെയ്യുക. സോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൂപ്പൺ യൂസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും മറക്കരുത്. സോ റോയുടെ ഈ ഒരു ഇൻവോൾവ്മെൻറ്റ് ഈ
പ്രദേശത്ത് മാൽദ്വീപിൽ ശക്തമായി മാറുമ്പോൾ അത് കൂടുതലായിട്ട് ഇല്ലാതാക്കുവാനായി ശ്രമിച്ചത് ചൈനയുടെ ഈ ഒരു പൈസ കൊണ്ടുള്ള കളി തന്നെയാണ്. കാരണം ചൈന കൂടുതലായിട്ട് പൈസ അവിടെ ഇറക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ടും അവിടുത്തെ പൊളിറ്റീഷ്യൻസിന് ഈ റോയുമായിട്ടുള്ള ബന്ധം കൂടുതൽ വിച്ഛേദിക്കുന്ന തരത്തിലോട്ട് മാറപ്പെട്ടു. അങ്ങനെ ഈ ഒരു ബന്ധം കൂടുതൽ അകലത്തിൽ ഇടയാക്കിയ ഒരു സമയമാണ് 2016 തൊട്ട് മുമ്പത്തെ വർഷങ്ങൾ. കാരണം ആ സമയത്തായിരുന്നു അബ്ദുള്ള യമീൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു തീവ്രമായിട്ടുള്ള ഒരു മതപരമായ ആശയങ്ങളൊക്കെ പിന്തുടരുകയും പ്ലസ് പ്രോ ചൈന ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. സോ അബ്ദുള്ള യമീൻ്റെ ഭരണസമിതി ഈ ഒരു പ്രദേശങ്ങൾ മുഴുവനായിട്ടും നടപ്പാക്കിയ എല്ലാ പ്രൊജക്റ്റുകൾക്കും ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകിയത് ചൈനയിലെ പല കമ്പനീസുമാണ്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെല്ലാം നേതൃത്വം നൽകുന്ന ഈ CCC എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ചൈനീസ് കൺസ്ട്രക്ഷൻ കമ്പനി എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. സോ ഈ ഒരു സ്ഥാപനമെല്ലാം തന്നെ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സമയങ്ങളിൽ ഈ അവിടെയുള്ള പൊളിറ്റീഷ്യൻസിൻ്റെ മറവിലായി നടപ്പാക്കുകയും ആ പൊളിറ്റീഷ്യൻസിന് വേണ്ട കൈക്കൂലി നൽകിയിട്ട് കംപ്ലീറ്റ് ആയിട്ടും അവിടെയുള്ള ചൈനീസ് ഇൻഫ്ലുവൻസ് ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യക്കത് ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് മാറപ്പെട്ട ഒരു കാലഘട്ടമാണ്. കാരണം ഇന്ത്യക്ക് അനുകൂലമായ ഒരു തീരുമാനത്തിനും മാൽദ്വീപ് എന്ന് പറയുന്ന രാജ്യം സമ്മതിക്കുന്നില്ല. പലപ്പോഴും ഇന്ത്യക്കെതിരായിട്ട് കാശ്മീരിൻ്റെ വിഷയത്തിൽ പോലും പല സ്റ്റേറ്റ്മെൻറ്റ്സും മാൽദ്വീപിലെ അന്നത്തെ ഭരണകൂടം പുറത്തുവിട്ടിരുന്നു. പക്ഷെ അതിനുശേഷം ഈ അബ്ദുള്ള യമീന് വലിയ തോതിലുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടത് ഇദ്ദേഹം അഴിമതിക്കാരനാണ്, ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള എല്ലാവരും അഴിമതിയിൽ കുളിച്ചാടുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് ഇവരെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രതിഷേധം തന്നെ നടപ്പായിരുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ പലതരം പ്രൊജക്റ്റുകളും പല ഡിഫൻസ് ഡീലുകളും വളരെയധികം ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ച് 2016 തുടക്ക സമയത്ത് ഇന്ത്യ മാൽദ്വീപുമായിട്ടൊരു ഡിഫൻസ് ഡീൽ സൈൻ ചെയ്യാനായിട്ട് തയ്യാറായി. അതായത് മാൽദ്വീപിലെ 2-3 ബോട്ട് ജെട്ടി സ്ഥാപിക്കാനായിട്ടും ഇതിന് സമീപത്തായിട്ട് തന്നെ ഇന്ത്യയുടെ ഒരു നേവൽ ബേസിന് തുല്യമായിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം നടപ്പാക്കാനും ഇന്ത്യ മാൽദ്വീപുമായിട്ട് സഹകരണം തയ്യാറാക്കിയിരുന്നു. അങ്ങനെയായിരുന്നു മാൽദ്വീപ്സിന് 2 ഹെലികോപ്റ്റേഴ്സ് എല്ലാം ഇന്ത്യ നൽകിയത്. പക്ഷേ ഈ അബ്ദുള്ള യമീൻ്റെ ഭരണകൂടം ആ ഹെലികോപ്റ്റേഴ്സ് പോലും തിരികെ നൽകിയിട്ട് ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ഒരു വിധത്തിലുള്ള ലാഭവുമില്ല. മൊത്തം ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമാണ് എടുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന രീതിയിൽ പോലും ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടു. സോ ഇന്ത്യ അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് ഇതേ റോയുടെ ഇൻവോൾവ്മെന്റ് അവിടെ വീണ്ടും കൊണ്ടുവരുന്നതായിട്ടുള്ള പല റൂമേഴ്സും അന്ന് മുതൽ ഇന്നും വലിയ തോതിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഈ ഭരണകൂടത്തിൽ മാറ്റം വന്നപ്പോൾ അബ്ദുള്ള യമീൻ്റെ ഭരണശേഷം പിന്നീട് MDP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ തലവനായിട്ടുള്ള ഇബ്രാഹിം സോലി അവിടെ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നടപ്പാക്കിയ ഒരു പ്രഖ്യാപനമായിരുന്നു ഞങ്ങളുടെ ഭരണകൂടം എൻറ്റയർലി പ്രോ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റാൻസ് കീപ്പ് ചെയ്യുന്ന ഭരണകൂടമായിരിക്കുമെന്ന്. സോ നെയ്ബർ ഫസ്റ്റ് പോളിസിയിൽ ഇന്ത്യ ഫസ്റ്റ് എന്ന് പറയുന്ന പോളിസി ആയിരിക്കും ഞങ്ങൾ കീപ്പ് ചെയ്യുക എന്ന് അന്ന് ഈ ഒരു ഇബ്രാഹിം സോലി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇബ്രാഹിം സോലിയുടെ ഭരണസമയത്ത് തന്നെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെയാണ് ഈ അബ്ദുള്ള യമീൻ ജയിലായതും ജയിലിൽ നിന്ന് പുറത്തു വന്ന ശേഷം ഈ അഴിമതിയുടെ ഒക്കെ പേരിൽ ജയിലായിട്ടുണ്ടായിരുന്നു. പിന്നീട് പുറത്തു വന്ന ശേഷം ഇന്ത്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ത്യ ഔട്ട് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിന് വലിയ തോതിൽ നേതൃത്വം നൽകുകയും ചെയ്തത്. ഈ ക്യാമ്പയിന് വൻ ജനപിന്തുണയൊക്കെ ഉണ്ടാക്കുവാനായിട്ട് ഒരു PRO വർക്കൊക്കെ അവിടെ പലപ്പോഴും ചൈന നടപ്പാക്കിയിട്ടുണ്ട്. ചൈനീസ് മീഡിയ അതിന് വലിയൊരു നേതൃത്വം നൽകിയ കാര്യം കൂടിയാണ്. പക്ഷെ അങ്ങനെ ഇന്ത്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പല പ്രക്ഷോഭം നടപ്പാക്കുമ്പോഴും ഇന്ത്യ ഈ മാൽദ്വീപിൻ്റെ സമീപ പ്രദേശങ്ങൾ നിർമ്മിക്കുന്ന ഈ നേവൽ ബേസ്, മാൽദ്വീപിന് സമീപത്തുള്ള ഒരു കടൽ തീരത്ത് നിർമ്മിക്കുന്ന നേവൽ ബേസിൽ നിന്ന് ഇന്ത്യ ഔട്ട് ചെയ്യണമെന്നും സോ അതാണ് ഇന്ത്യ ഔട്ട് എന്ന് പറയുന്ന ക്യാമ്പയിൻ ഉദ്ദേശിക്കുന്നത്. സോ ഇന്ത്യ അവിടെ പാടില്ല എന്നും ഇന്ത്യൻ സൈനികരുണ്ടെങ്കിൽ പോലും അവരെ വധിക്കണമെന്ന്, അവരെ കൊല്ലണമെന്ന രീതിയിലുള്ള ഒരു ആഹ്വാനം പോലും പലപ്പോഴും ഇത്തരം സമരക്കാർ ചെയ്തതായിട്ട് പല മാധ്യമ പ്രവർത്തകരും സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ ഇന്ത്യ ഗൗരവമായിട്ട് കാണിക്കും. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് അവിടുത്തെ ഭരണകൂടത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ത്യക്ക് അനുകൂലമായ ഭരണകൂടം നിലനിൽക്കുന്നത് ആ ഭരണകൂടത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും പല സപ്പോർട്ടും ഇപ്പോൾ കോവിഡ് മൂലം കഷ്ടപ്പെടുന്ന സമയത്ത് പോലും അവർക്ക് വേണ്ടി ഒരു ലൈൻ ഓഫ് ക്രെഡിറ്റിൽ തന്നെ ഇന്ത്യ ഓപ്പൺ ചെയ്ത് നൽകിയിട്ടുണ്ടായിരുന്നു. സോ ഡിഫൻസിലും ബാക്കിയുള്ള പല മേഖലയിലും മാൽദ്വീപ്സുമായിട്ട് ഇന്ത്യ സഹകരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഇന്ത്യയുടെ നെക്ലസ് ഓഫ് ഡയമണ്ട്സ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അതായത് ഈ ഒരു സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന് പറഞ്ഞ് ചൈന ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാനായിട്ട് ഓരോ രാജ്യങ്ങളിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ശക്തമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് കൗണ്ടർ ചെയ്യാനായിട്ട് ഇത് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ഒരു നെക്ലസ് ഓഫ് ഡയമണ്ട്സ്. സോ ആ പദ്ധതിയിൽ ഒരു പ്രധാനപ്പെട്ട മെമ്പറായിട്ട് മാൽദ്വീപ്സ് മാറപ്പെടുകയും ചെയ്തു. സോ മാൽദ്വീപ്സിൽ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ പ്രവാചകന്റെ പേരിലുണ്ടായ പ്രശ്ന സമയത്ത് മുഹമ്മദ് നബിയെ മോശമായി കളിയാക്കി എന്ന് പറയുന്ന ഒരു സമയത്ത്, അദ്ദേഹത്തെ അധിക്ഷേപിച്ചു എന്ന് പറയുന്ന സമയത്തുണ്ടായ പ്രക്ഷോഭത്തിൽ ഗൾഫ് കൺട്രീസ് എല്ലാം തന്നെ ഇന്ത്യക്കെതിരായിട്ട് അല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തെ എല്ലാം തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് തെറ്റായി എടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ ഈ മാൽദ്വീപ്സ് മാത്രം വിട്ടു നിന്നിരുന്നു. പ്രത്യേകിച്ച് മാൽദ്വീപ്സിന്റെ പാർലമെന്റിൽ പോലും ഇതിനെതിരായിട്ട് ഇന്ത്യയെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ഒരു വിഷയത്തെ മാൽദ്വീപ്സ് കർക്കശമായി തന്നെ എതിർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കാനായിട്ടുള്ള ഒരു വോട്ടിംഗ് നടപ്പായിരുന്നു. ഈ വോട്ടിംഗ് പോലും ആ ഒരു പ്രമേയത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നടപ്പായത്. അതായത് അവിടുത്തെ MDP എന്ന് പറയുന്ന ഭരണകൂടത്തിൽ ഒരു 64 സീറ്റാണ് പാർലമെന്റിലുള്ളത്. അതിൽ 48 പേരും വോട്ട് ചെയ്തതിൽ 38ഓളം വരുന്ന ആൾക്കാർ ഈ ഒരു റെസൊല്യൂഷൻ കൊണ്ടുവരാൻ പാടില്ല, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വോട്ട് ചെയ്തത്. സോ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭരണകൂടം ഇന്ന് മാൽദ്വീപ്സിൽ സ്ഥാപിക്കപ്പെടുന്നത് ഇന്ത്യക്ക് വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. കാരണം ചൈനീസ്
ചൈനീസ് ഇൻഫ്ലുവൻസ് ഒരു പരിധിവരെ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തോട്ട് വ്യാപിക്കുന്നതിൽ നിന്ന് അകറ്റി നിർത്താൻ സാധിക്കും. സോ അതിൽ വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഇന്ത്യക്ക് ഒരു വിഷയം മാറപ്പെടുന്നുണ്ട്. സോ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയും മാൽദീവ്സും ചൈനയും തമ്മിലുള്ള ഒരു ട്രയാങ്കിൾ റിലേഷൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാൽദീവ്സിൻ്റെ ഇന്നത്തെ സ്റ്റാൻഡിനെ പറ്റി എന്താണ് തോന്നുന്നത്? ഈ ഒരു അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം പലപ്പോഴും പലർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ് ഈ മാൽദീവ്സ് എന്ന് പറയുന്ന രാജ്യത്തിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടോ, ജസ്റ്റ് ഒരു രാജ്യമല്ല എന്നൊക്കെ രീതിയിലുള്ള തോന്നല്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ജിയോ പൊളിറ്റിക്കൽ നോക്കുകയാണെങ്കിൽ മാൽദീവ്സിന് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെ അടങ്ങിയിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് പലപ്പോഴും മാൽദീവ്സിന് പല ഓഫേഴ്സും പല നേവൽ സപ്പോർട്ടൊക്കെ ഇന്ത്യ നൽകുന്നത്. സോ സപ്പോർട്ടിന് പിറകിലും ഇത്രയും കാര്യം വേണമെന്ന് അറിയുക. സോ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയെ മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, അതിന് മുമ്പത്തെ ആൾക്കാരുടെ നിലപാട് ഇതേ പാർട്ടി ഫോളോ ചെയ്യുന്ന കാര്യത്തിൽ കൂടെ നോക്കണം. കാരണം മുമ്പ് കോൺഗ്രസ് ഭരിച്ച സമയത്തും മാൽദീവ്സിലോട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ഒരു കാര്യം തന്നെയാണ് BJP ഗവൺമെൻറ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യമെല്ലാം തന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഈ വിദേശകാര്യ മന്ത്രാലയത്തിലും പ്ലസ് പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ തന്നെയാണ്. സോ ആവശ്യങ്ങൾ ഗവൺമെൻറ് കൃത്യമായി ഫോളോ ചെയ്ത് പോകുമ്പോൾ അത് ഇന്ത്യക്ക് അനുകൂലമായി മാറിയേക്കാം. സോ അത് വലിയ തോതിൽ ഫോളോ ചെയ്യാതെ അല്ലെങ്കിൽ സ്വന്തം ഐഡിയോളജി മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രശ്നവും വന്നേക്കാം. സോ പ്രശ്നം വരുമ്പോഴും ഇന്ത്യക്ക് ഗുണകരമായ കാര്യം വരുമ്പോഴും സംസാരിക്കേണ്ടതും അത് ചൂണ്ടിക്കാണിക്കേണ്ടതും ഓരോ പൗരൻ്റെയും കടമയാണ്. അത് തിരിച്ചറിയാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു വിഷയങ്ങളെപ്പറ്റി സംസാരിക്കാൻ നോക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ച് ദിസ് വീഡിയോ. നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. ജയ് ഹിന്ദ്.